നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനൊരു പുതിയ സാധനം കിട്ടുന്നുണ്ട് എനിക്ക് കേട്ടോ. അതായത് ഞാൻ ഇതേവരെ കാണാത്ത ഒരു സാധനം എന്ന് വെച്ചാൽ ഗ്രീൻ പീസാണ് കേട്ടോ. ഇത് ഫ്രഷ് ഗ്രീൻ പീസ്, തൊണ്ടടക്കം, അതായത് പൊട്ടിച്ച ഗ്രീൻ പീസ് പയറാണ് കേട്ടോ. നമ്മുടെ സുഭാഷ് വന്നപ്പോൾ കൊണ്ടുവന്ന തൃശ്ശൂരിൽ നിന്ന് അത് വയ്ക്കാതെ വെച്ചേക്കാട്ടോ. ഇന്ന് സ്പെഷ്യലായിട്ട് വയ്ക്കാം, മസാലയൊക്കെ ഇട്ടിട്ട് നല്ല ഒരു കറി വയ്ക്കാം കേട്ടോ. ഉണ്ടാക്കാം അല്ലേ? ഞാൻ കാണിച്ചു തരാം നിങ്ങളെ കേട്ടോ. നമുക്ക് നന്നാക്കാം. എന്താ ജസ്റ്റ് നന്നാക്കുക. എന്താ ഇതാണ് കേട്ടോ ഗ്രീൻ പീസ് എന്ന് പറയുന്നത്. കണ്ടോ, ഞാനിത് ആദ്യമായിട്ട് കാണാണ് കേട്ടോ. ഇതിന്മേൽ ഒരു പുള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. മൂക്കാത്തതാണ് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം, ഓരോന്നായിട്ട് പൊളിച്ച് നോക്കാം. ഇതാ കണ്ടോ, ശരിക്കുള്ള ഗ്രീൻ പീസ് തന്നെ കണ്ട. നമുക്കിത് ഇതുപോലെ നന്നാക്കി ഇതിലിടാം. ജേശ്വരി നന്നാക്കണം, വേഗം നന്നാക്കിക്കോളൂ കേട്ടോ. ഇത് പച്ചയ്ക്ക് നമ്മൾ കടിച്ചാൽ നമുക്ക് തിന്നാൻ പറ്റൂ കേട്ടോ. ദുസ്വാദമൊന്നുമില്ല. പയറിന് പിന്നെ ഒരു സ്വാദ് വ്യത്യാസമുണ്ട്, ഇതിന് അതും ഇല്ല കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി, വാങ്ങിച്ചപ്പോൾ തന്നെ സുഭാഷ് കാണിച്ചു തന്നു ഇങ്ങനെയാണ് ചെയ്യാമെന്ന്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കാം, ഒരു പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3-4 വെളുത്തുള്ളി. ഇതൊക്കെ നന്നാക്കി വയ്ക്കാം. ഇഞ്ചി, പച്ചമുളക്, സവാള, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില. ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കാം കേട്ടോ. ഇതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇനി കറിവേപ്പിലയും കൂടി വേണം. കറിവേപ്പില, അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചു, തീ കത്തിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതക്കാം. ചെന്ന് ചൂടായാൽ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടു. പച്ചമുളക്, സവാള, കറിവേപ്പില എല്ലാം ഞാൻ 2 സവാള ഇട്ടിട്ടൊന്ന് ഫസ്റ്റിൽ അരിഞ്ഞിട്ട് പോരാന്ന് തോന്നിയിട്ട് ഒരു സവാളയും കൊണ്ട് അരിഞ്ഞു. 2 സവാള ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടട്ടെ. പിന്നെ ഒരു മുറി നാളികേരം കൊത്തിയിടാം കേട്ടോ. ഇതിൽ കൂടെ അതും കൂടി ഒന്ന് റോസ്റ്റ് ആവട്ടെ. കുറച്ച് കൂടി ബാക്കിയുണ്ട് നാളികേരം കേട്ടോ. വേണമെങ്കിൽ നമുക്കതും കൂടി ഇടാം. നല്ല സ്വാദാണ് ഈ നാളികേരം കൂടി ഇതിൽ കൂടി ഇട്ടിട്ട് വറവാകുമ്പോൾ ഹൈ ടേസ്റ്റാട്ടോ. മറ്റേ കഷ്ണം കൂടി ഇതിലിടാൻ തന്നെ കേട്ടോ. ഇത് കൊപ്പര പോലത്തെ നാളികേരമാണ്. അതായത് വെള്ളം വറ്റിയിട്ട് ഉടച്ചപ്പോൾ ചിരട്ടയിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് കൊത്താണ്ട് കഴിഞ്ഞു. അപ്പോൾ അത് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. കറിവേപ്പില കുറച്ച് ഇടാം. വലിയ കറിവേപ്പില കേട്ടോ, വലിപ്പം കൂടുതലാണ്. അപ്പം ഞാനതൊന്ന് പൊട്ടിച്ചിടാണ് കേട്ടോ. പൊട്ടിച്ചിട്ട് 2 ഗുണമുണ്ട്. ചെറുതായി കിട്ടുന്നത് മാത്രമല്ല, അതിൻ്റെ ശരിയായിട്ടുള്ള വാസനയും അതിൻ്റെ രസമൊക്കെ ഇതിലേക്ക് കലരാനായിട്ട് എളുപ്പമാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റായി കഴിഞ്ഞാൽ അതിലേക്ക് ഗ്രീൻ പീസ് നന്നാക്കി വെച്ചിരിക്കുന്നത് ഇടാം. തൊണ്ട് പൊളിച്ച് വെച്ചിരിക്കുന്നത് 1/2 കിലോ ഞാൻ വാങ്ങിയത് കേട്ടോ. ഞാൻ സാമ്പിൾ നോക്കാൻ വാങ്ങിയതാണ്. നോക്കിയപ്പോൾ തൊണ്ട് പൊളിച്ചപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇത് അബദ്ധം പറ്റി. അപ്പോൾ അതും ഇതിൽ കൂടെ ഇട്ടു. ഇത് വളരെ സോഫ്റ്റാണ്, കാരണം ഗ്രീൻ പീസ് ഉണങ്ങിയതല്ലല്ലോ, പെട്ടെന്ന് വേവും.
ഇപ്പോൾ ഇഷ്ടംപോലെ കഷ്ണമായില്ലേ. 2 സവാള ഇട്ടു, പിന്നെ നാളികേരം ഇട്ടുണ്ട്, പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, ഉള്ളി എല്ലാം ഇട്ടുണ്ടല്ലോ. നിറയായി അല്ലേ. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം, ഒരു ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഒന്ന് ഇളക്കിയിട്ട് മഞ്ഞൾപ്പൊടി എല്ലാ ഭാഗത്തേക്ക് എത്തട്ടെ. ഇങ്ങനെ ഓരോന്ന് മെല്ലെ ഇടുന്നത് നല്ലതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്മേൽ ആവും ചെയ്യും, അത്രയും നേരം ഇത് കിടന്നിട്ടിങ്ങനെ വറവാവും ചെയ്യും. ഉപ്പിടാം, ഉപ്പ് പൊടി ഇട്ടു. ഇനി വീണ്ടും ഇളക്കുക. ഇത്തിരി നേരെ ഇത് കിടന്നിങ്ങനെ ആക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മസാലയൊക്കെ പിടിക്കണ്ടേ. ഇനി നമുക്കതിലേക്ക് മല്ലിപ്പൊടി ഇടാം, ഒരു 3 ടീസ്പൂൺ ഇടാം. 1, 2, 3 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടു. മസാലക്കറി വയ്ക്കുമ്പോൾ മല്ലിപ്പൊടി നട്ടിടണം. മുളക് പൊടി 1 അരകുണ്ടി ഇട്ടു. നല്ലോണം 1 ടീസ്പൂൺ എന്ന് പറയാം കേട്ടോ, നിറച്ചൊരു ടീസ്പൂൺ ഇട്ടു. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഈ 3 പൊടികളിട്ടു. നാളികേരമൊക്കെ ഇട്ടു. അതൊക്കെ ഒരു വിധം ഇങ്ങനെ ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കുക. വീണ്ടും ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ ഞാൻ, കാരണം വെള്ളം അധികം ഒഴിക്കില്ല. മസാലപ്പൊടി ഇടാൻ കുറച്ചിട്ടാ. ഗരം മസാല 1 ടീസ്പൂൺ ഇട്ടു. വീണ്ടും ഇളക്കുക. അപ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് ഡ്രൈ ആവണം, അതായത് ഒന്ന് വറവാവണം, അതിന് പച്ചമണം പോകണം. പിന്നെ മറ്റതൊക്കെ ഒരുവിധം ഇങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. അതിൽ ഡ്രൈ ആയിട്ടുള്ള മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ പിടിക്കട്ടെ. പിടിക്കണുള്ളൂ കേട്ടോ, ഉപ്പൊന്നും അധികം പിടിച്ചിട്ടില്ല. ഇത്തിരി വെള്ളം ഒഴിക്കുക കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഓൺലി 1/2, കാരണം അധികം ഒഴിച്ച് വളവളാന്നാക്കണ്ട. അത് റോസ്റ്റ് ചെയ്ത പോലെ എടുക്കാനാണ് ഉദ്ദേശിക്കണം കേട്ടോ, നല്ല സ്വാദായിരിക്കും. വീണ്ടും അടച്ച് വയ്ക്കാം, അമർത്തി ഒതുക്കി, എന്നിട്ട് അടച്ച് വയ്ക്കാം. ഇത്തിരി വെള്ളം കൂടി ഒഴിക്കാട്ടെ, ഈ ചട്ടുകത്തിമ്മലത്തെ മസാലയൊക്കെ അതിലേക്ക് പൊക്കോട്ടെ. അടച്ചു വെച്ചു. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് തിളച്ചു, കണ്ടോ, ആയി വരണാണ്ടില്ലേ. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഒന്നും കൂടി വെന്തിട്ടുണ്ട്. പച്ചക്കളറും മഞ്ഞക്കളറൊക്കെ വേറെ വേറെ കാണിക്കല്ലേ, ഗ്രീൻ പീസല്ലേ. പിന്നെ ഗ്രീൻ പീസ് പൊട്ടിയിട്ടില്ലല്ലോ, പൊട്ടാത്ത ഗ്രീൻ പീസ് ആയതുകൊണ്ട് വീണ്ടും അടച്ചു വെച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തുറന്നു. ഇളക്കാം. വെള്ളപ്പോൾ ഒരുവിധം വറ്റി കേട്ടോ, ഒരു കുഴമ്പം പ്രായത്തിലായിട്ടുണ്ട്. ഇത് ഒരുവിധമൊക്കെ ആയിരുന്നു. നോക്കാം അല്ലേ ശ്രേയ, നോക്കോ എങ്ങനെയുണ്ട് എന്ന്. വേണോ പൂർവ്വമുണ്ടാ? അതെയാ, അത് ഉപ്പ് അധികം നേരത്തെ. അപ്പോൾ ഞാനേ നിർത്താൻ പോകാം. നല്ല കുഴമ്പ പാകാണ്, നല്ല സൂപ്പർ സാധനമാണിത് കേട്ടോ. എങ്ങനെയുണ്ട് ഗ്യാസ് നോക്കിയിട്ട് പറയൂ കേട്ടോ. കഴിച്ചില്ല, എനിക്കിഷ്ടമായി. ഞാൻ വിചാരിച്ച സ്വാദം ഉണ്ടാവില്ല. അതെയാ, സൂപ്പറായിട്ട്. അതെ, ഇതുപോലെ വെച്ച് നോക്കൂ കേട്ടോ. വേറെ തരത്തിലും വെക്കാം, ചാറോടെയും വെക്കാം കേട്ടോ. പക്ഷെ ഇതാണ് സൂപ്പർ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇതാണ് കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഉണ്ടാവില്ല ബാക്കി കേട്ടോ. അത്രയും സൂപ്പർ സാധനം ഉണ്ടാക്കിക്കോളൂ കേട്ടോ, ബെസ്റ്റാ. ഇപ്പം നമുക്ക് പച്ച കിട്ടിയില്ലെങ്കിലും
ഉണക്ക ഗ്രീൻ പീസ് ആണെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഇതുപോലെ വെച്ച് നോക്കൂ കേട്ടോ. സൂപ്പറാണ്. ഇഷ്ടമാവാണ്ടിരിക്കില്ല. ഒരു ലൈക്ക് ചെയ്തോളൂ കേട്ടോ ഇഷ്ടമായെങ്കിൽ. ഓക്കെ.